Hey guys, welcome back to my new video guys. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ 3 എപ്പിക്ക് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാഫു, റോബർട്ടോ കാർലോസ്, പിന്നെ സ്റ്റോയിച്ച്കോ ആണെന്ന് തോന്നുന്നു, സ്റ്റോയിച്ച്കോവിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരെ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കൊനാമി നമ്മളോട് ചെറിയൊരു കാര്യം കാണിച്ചു. കാരണം അങ്ങനെ എപ്പിക്കൊന്നും കിട്ടാത്തായിരുന്നു. എന്തായാലും നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയും കിട്ടട്ടെ, നിങ്ങൾക്കും എന്തായാലും കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ പുതിയതായിട്ട് വന്ന എപ്പിക് കാർഡും ജസ്റ്റ് കറക്കി നോക്കി 100 കോയിൻ ഇട്ടിട്ട്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതങ്ങനെ 100 കോയിൻ പോയി. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ മാൻലിയർ കഴിഞ്ഞ ദിവസം മാച്ചിൽ ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു. അപ്പം മാൻലിയർ അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എത്ര മാച്ചുകൾക്ക് സസ്പെൻഡ് ആണ്, എന്തായാലും നോക്കണം. അപ്പോൾ നമ്മളങ്ങനെ ബ്ലാക്കിനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് നമ്മുടെ എന്തായാലും ഓപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നോക്കുകയാണെങ്കിൽ ഒരു കിടിലിന് ഓപ്പോണ്ടാണ് ആണ് 422 ആണ് ഇട്ടിരിക്കുന്നത്. സലയുണ്ട്, മറ്റേ പൈറസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഡ്രോപ്പ, ഹാളൻഡ് എല്ലാം കിടലാണ്. ബെല്ലിംഗാം, ഓക്കെ, ലൂയിസ് ഫിഗോ എല്ലാവരും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റുഡ്രിഗറിനെയും ഇറക്കാം. അപ്പോൾ ക്യാപ്റ്റൻ ഞാനിപ്പോൾ കിടക്കുന്നത് നമ്മുടെ മെസ്സിയിലേക്ക് തന്നെ മാറ്റാം. കാരണം മെസ്സി വരുന്നതാണ് കുറച്ചുകൂടി ഒരു സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലെയർ ടു ജോയിൻ അറ്റാക്കേഴ്സിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. റുഡ്രിഗറിനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും മാൾഡീനെ ആക്കിയിട്ടുണ്ട് അവർ. ഓരോ സമയമാകുമ്പോൾ അവർ ജസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡിഡയാണ് അവരുടെ ഗോളി. അപ്പോൾ എന്തായാലും ഇതൊരു കിടിലൻ മാച്ച് ആയിരിക്കും. അത്യാവശ്യം എല്ലാ എപ്പിക് കാർഡ്സും ഉണ്ട് ഓപ്പോന്റെ കയ്യിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ അങ്ങനത്തെ സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണോ നിങ്ങളും സെറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് ടു പോയി ടൈറ്റ് മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇതൊന്നും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സിൽവേനെ സെറ്റ് ചെയ്തു, ഡീപ്പ് ലൈന്, അതുപോലെ തന്നെ അറ്റാക്ക് വണ്ണിലൊക്കെ ജസ്റ്റ് ഒന്ന് പോകാൻ എല്ലാം കണ്ടോ. എല്ലാം ഞാനങ്ങനെ ടാർഗറ്റ് ഇട്ടിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ മാച്ച് ഇറക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം ഇന്നത്തെ മാച്ച്. ഡിഫെൻസീവ് ഓക്കെ, റുഡ്രിഗർ, അറ്റാക്കിങ് വൈറ്റ്, ആങ്കറിങ് വാൽവർഡെ. ഓക്കെ, സെറ്റാണ്, എല്ലാം മൊത്തത്തിലൊരു സെറ്റാണ്. ഡിഫൻസ് ടൈറ്റ് മാർക്കറ്റിങ് നമുക്ക് ഇവിടെ ചെക്കന്മാരുണ്ട്. സാവാൻഡിജിക്ക് ഉണ്ട്, മാൽഡിനി, ഡ്രോപ്പേനെ സെറ്റ് ചെയ്യാം. മാൻ മാർക്കറ്റിംഗ് വാൽവർഡെ ആക്കാം. ഓപ്പോണ്ടയിലാണെങ്കിൽ നമുക്ക് മാൽഡിനെ സെറ്റ് ചെയ്യാം. കൗണ്ടർ ടാർഗറ്റ് വാൽവർഡെ, ഡീപ്പ് ലൈൻ മെസ്സി കിട്ടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ സെറ്റ് ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജേഴ്സി നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ജേഴ്സിയുടെ ഗൈസ് അത് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പുതിയതായിട്ട് ഇപ്പം എപ്പിക്കിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ട്രൈ കിട്ടിയായിരുന്നു. അതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെ മാച്ചിൽ ഞാൻ ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും സെറ്റാണ്, നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഒരു കിടലൻ മാച്ച് ആയിരിക്കും ഇപ്രാവശ്യത്തെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വന്നു നോക്കാം. സാബി അലോൺസോടെ 100x1 വേഴ്സസ് നമ്മുടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാച്ച് എന്തായാലും കിടലനായിരിക്കും. നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ടച്ച് ഇട്ടിരിക്കുന്നത്. ഡ്രോഗ്ബ ടു ബെരല്ല ടു ഒരു പാസ് ജെറാഡിന് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ത്രൂ പാസ് മെസ്സി, സിൽവ. ഓക്കെ, അറ്റാക്ക് ചെയ്തിട്ടുണ്ട് മാർഗനസ്. ഇതാണ് പണിയാക്കുന്ന റാഫേലിയോ. ഡ്രോഗ്ബ ഓക്കെ, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റുഡ്രിഗർ. ഇങ്ങനെയുള്ള ഷോട്ട് ലാസ്റ്റ് നമ്മൾ പണി കിട്ടും, അതാണിത് പ്രശ്നം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വെലിജിക്ക്. ഓക്കെ, ബെരല്ല കിട്ടിയിട്ടുണ്ട്. റുഡ്രിഗർ ഷോട്ട് അടിച്ച് പുറത്തേക്ക് ഇടുന്നു. മറഡോണ. ഓക്കെ, വൈറ്റിന് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു ത്രൂ പാസ്. നൈസ് ഒരു പാസ്സാണ്. ഉഫ്, എൻ്റെ പൊന്നു ഹെർണാണ്ടസ് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു ത്രോ പോയിട്ടുണ്ട്. അപ്പോൾ വാൽവർഡെ എടുക്കുന്നു ത്രോ. ഓക്കെ, നമുക്ക് നോക്കാം. വാൽവർഡെ ടു വൈറ്റ്. ഷോട്ട് അടിക്കാൻ പോലും ടൈമിങ് കിട്ടുന്നില്ല. റുഡ്രിഗർ പുറത്തടിച്ച് കളയുന്നു. മെസ്സി ടു ഗ്രീസ്മാൻ. ഉഫ്, കോസ്റ്റേട്ടാ വീണ്ടും സല. അപ്പോൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പോർട്ട്ഫേസാലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓഫ്, എൻ്റെ മോനെ പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പണി ചെയ്യാനെ ഗ്രീസ്മാൻ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നൊരു ചാൻസാണ്. മർഡോണ ടു നൈസ് പാസ് വാൽവർഡെ ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. കിട്ടുന്ന നൈസ് അസിസ്റ്റ് പാസും നൈസ് ഒരു റണ്ണിങ്ങും. എന്തായാലും നൈസ് ഒരു ഗോളായിരുന്നു ഗൈസ്. അപ്പോൾ നോക്കാം അടുത്ത ആരടിക്കുന്ന അറിയില്ല. ബെരല്ല വീണ്ടും ജെറാഡ് ഒരു ഷോട്ട്. ഗ്രീസ്മാൻ, ബെരല്ല കിട്ടിയിട്ട് സലാറ്റ് കിട്ടിയിട്ടുണ്ട്. റുഡ്രിഗർ. ഓക്കെ, മെസ്സി. എടാ അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എടാ
ഗൈസ് കിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അടിച്ചു കളഞ്ഞാണ്. ഓക്കെ, പക്ഷെ നൈസ് ഒരു പാസിങ് നമുക്ക് നടത്തായിരുന്നു. 21 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. റോഡ്രിഗർ, കോസ്റ്റേട്ട, സല, ഓക്കെ, ബെരല്ല, ഓക്കെ, ബെരല്ല ടു ഒരു ക്രോസ്, നൈസ് ക്രോസ്. എൻ്റെ മോനെ അവിടെ നിന്ന് നൈസ് ഹെഡിങ് കേട്ടോ റാഫേലിയോ. എന്തായാലും ചെക്കനെ അവിടെ വെച്ചിട്ടാകുമ്പോൾ നൈസായിട്ട് കളിക്കുന്നുണ്ട് ഹെഡിങ്ങിലൂടെ, പക്ഷെ നടക്കുന്നില്ല എന്നുള്ളൂ. നമുക്കും ചെറിയൊരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഒബ്ലാക്കാണ് ഇപ്പോൾ നമ്മുടെ കുറച്ച് ദിവസത്തേക്കുള്ളൊരു ഗോളി. കാരണം നമ്മുടെ മാലിനിയാൻ വരുന്നവരെ മാൾഡിനി, സിൽവ കിട്ടിയിട്ടുണ്ട്, വാൽവെർഡെ, ത്രൂ പാസ്, മർഡോണ, വൈറ്റ് കിട്ടിയിട്ടുണ്ട്, മർഡോണ. ഓക്കെ, ഒരു ക്രോസ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മാൽഡിനി, ഓക്കെ, മാർക്കിനസ്, ഒരു ത്രൂ പാസ്, മെസ്സി. എടാ ഗൈസ് സത്യം പറഞ്ഞാൽ മറ്റേ ഷോട്ട് അടി. ഓക്കെ, സല, റോഡ്രിഗർ ഉണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്, മാർക്കിനസ് ഷോട്ട് അടിച്ച് പുറത്തേക്ക് ഇടുന്നു. സിൽവ, എടാ വാൽവെർഡെ എടുക്കുന്നില്ലല്ലോ. ലിയോ അല്ല, ബെർല. എൻ്റെ മോനെ നൈസ് ഷോട്ടാണ്. റാഫേലിയോ കിട്ടിയിട്ടുണ്ട്, വൈറ്റ്. ചെക്കനോട് മറോണ. പൊന്നോ, വാൻഡിജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് സീന്. ഉണ്ടാകാൻ എടാ അടിച്ച് പുറത്തേക്ക് ഇടുന്നില്ല. ഡ്രോപ്പ, ഓക്കെ, ത്രോ പോയിട്ടുണ്ട് ഗൈസ്. ഉണ്ടാകാൻ ടു ദീസ്മൻ, റൈസ്, ഓക്കെ, കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ ഷോട്ട് അടിച്ച് പുറത്തേക്ക് ഇടുന്നു. സിൽവ, ഹെർണാണ്ടസ്, നൈസ് ഒരു എടാ കിട്ടി. റാഫേലിയോ കിട്ടിയിട്ടുണ്ട്, മറോണ. എടാ നൈസ് ഒരു പാസ് കിടത്തി, ജസ്റ്റ് ഒരു ഇത് ഉള്ളായിരുന്നു. ഓക്കെ, മാർക്കിനസ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ്. ഓക്കെ, അടിച്ചു കളയുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗോളുകൾക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നു. ഷോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാഫും ഉണ്ട്, അതുപോലെ തന്നെ റോബർട്ടോ കാർലോസും ഉണ്ട്. നമുക്ക് എന്തായാലും ചെക്കനെ ഇറക്കാം. ഫ്ലെക്സിബിൾ ഇട്ടുകൊണ്ട് നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെ ഇറക്കാം, അതുപോലെ തന്നെ ഹെർണാണ്ടസിനെ ഇറക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കും. ഇനി ഹാഫ് ടൈമിന് ശേഷം ആദ്യത്തെ ഗോൾ അടിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഓപ്പോണൻ്റെ അടുത്ത് നല്ലൊരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇനിയും നമുക്ക് ഗോൾ അടിക്കണം. ഓക്കെ, ഫ്ലെക്സിബിൾ ടൈം ആകുമ്പോൾ എംബാപ്പെ ഇറങ്ങും. എംബാപ്പെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാച്ച് ആയിരിക്കും കേസ്. ഉറപ്പായിട്ടും റണ്ണിങ് സ്റ്റൈലൊക്കെ കൂടി സെറ്റായിരിക്കും. അപ്പോൾ നോക്കാം. മെസ്സി ടു ജെറാഡ്, ബാക്ക് റോഡ്രിഗർ, ഹെർണാണ്ടസ് ഒരു ഷോട്ട് എടുക്കുന്നു. ഹെർണാണ്ടസ്, ഓക്കെ, മെസ്സി, പൈറസ്, ഓക്കെ. എടാ അന്ന് ബാക്കോട്ട് അടിച്ചു കേട്ടോ വൈറ്റ്. എടേ ഇതെന്താണ് കളിക്കുന്നത്? ഇതെന്ത് സംഭവിച്ചു? മാർക്കിനസ് ഷോട്ട്. ഇങ്ങനത്തെ അടിയാണ് പണിയാവുന്ന. ഹെർണാണ്ടസ്, ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നൈസ് ഒരു ഷോട്ട് അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മറഡോണ, ബാക്കൊക്കെ പോണു. ഗ്രീസ്മാൻ, അവിടെ മാൾഡിനി കാല് വെച്ചില്ല, ഉറപ്പായിട്ട് നല്ലൊരു ചാൻസ് കിട്ടിയത്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഷോട്ട് അടിക്കുന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ? എൻ്റെ പൊന്ന ഹാളൻഡ്, ഗോള് കയറി. ഓക്കെ, നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു ബ്ലാക്ക്. അല്ലെങ്കിൽ ഇപ്പം അവിടെ ഹൊയ്ജോണ്ട് അവനെ അടിച്ച് കയറ്റിയാനെ. ഗ്രീസ്മാൻ, ബാക്ക് ഹെർണാണ്ടസ്, ഒരു പാസ് ഗൈസ്. വാൻഡിച്ച് എടുത്തിട്ടുണ്ട്. മെസ്സി, ഓക്കെ. പാസ് മതിയായിരുന്നു. മാൽഡിനി, സിൽവ, റൈസ്, ഓക്കെ, ബെരല്ല അല്ല ബർക്കോള ടു ഹോജുൻ. ഒരു കിടിലൻ ഷോട്ട്. എൻ്റെ മോനെ ചെക്കൻ്റെ ഒരു കിടിലൻ ഷോട്ട് കിട്ടുമോ? നൈസൊരു എൻ്റെ മോനെ കറവ് ഷോട്ടാ ഗായ്സ്. ഗോളി അവിടെ ഇപ്പം പിടിച്ചില്ലാണെങ്കിൽ അതൊരു കറക്റ്റ് ഗോള് കയറേണ്ട സാധനമാണ്. എന്തായാലും ബ്ലാക്ക് പ്രോട്ടോപാക്ക് ഗോളിയാണ്. ഓക്കെ, സിൽവ, ഓക്കെ, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പാസ് മറന്നോണം. ഇതെന്താ അവിടെ? ബ്രൂണോ ഫെർണാണ്ടസ് ടു മറ്റോണ, ബാക്ക് ജെറാഡ്, ഗുണ്ടേഗൻ, ഓക്കെ. നൈസ് ഒരു ചാൻസ് ആയിട്ടുണ്ട്. ഹെർണാണ്ടസ്, ഗ്രീസ്മാൻ ഒരു ഷോട്ട് അടിക്കാൻ പറ്റിയ ചാൻസാണ്. ഗ്രീസ്മാൻ ഒരു ഷോട്ട്. വാൻഡിജിക്ക് ഗൈസ്. ഓക്കെ, ഹാളൻഡ്, ഓക്കെ, ഹാളൻഡ് പോട്ട്വേ ഹാളൻഡ് ആണോ? കിട്ടിയിട്ടുണ്ട്. ഗുണ്ടേഗൻ, എവിടായി?
മാൾഡിനിയൊക്കെ വന്നിട്ട് ഫുൾ സീനാണ് കളി. എടേ ഓക്കെ. ഓഫ് എൻ്റെ പൊന്നോ ഗൈസ്. അപ്പം ചെക്കൻ എന്തായാലും കത്തി കയറുന്നുണ്ട്. ഒരു കിടലിനിപ്പോൾ ഷോട്ട് അടിച്ചേനെ. എൻ്റെ പൊന്നെ അടിച്ച് ഇപ്പോൾ ഇതായേനെ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ക്യാപ്റ്റനായിരിക്കുന്ന ഉണ്ടേകനാണ്. എംബാപ്പെ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഫൂനെ നമുക്ക് ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാഫൂനെ ഇറക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാഫൂനെ കിട്ടിയിട്ടുണ്ടവർ എന്തായാലും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും സെറ്റാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും അറിയില്ല മാച്ച്. ഓക്കെ എന്തായാലും കാഫൂനെ ഇറക്കിയിട്ടുണ്ട്. ഓപ്പോണ്ട് സെറ്റ് ആവുന്നുള്ളൂ. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഓപ്പോണ്ട് സെറ്റാണ്. ലാസ്റ്റ് മിനിറ്റിൽ തന്നെ ഗോളുകളും വയ്യോന്നാണ് ഗൈസ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും കണ്ടറിയാം. ഓക്കെ ബ്ലാക്കിന് ഇറക്കിയിട്ടുണ്ട്. 74 മിനിറ്റ് ആയിട്ടുണ്ട്. ബർക്കോള മാറ്റിയിട്ട് അവർ എംബാപ്പെ നേരിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എംബാപ്പെ ഓക്കെ. ഹാളൻഡ് ടു പൈറസ്. ഹാളൻഡ് എടാ ഹൊജുണ്ട്. എൻ്റെ പൊന്ന് അവൻ അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 77 മിനിറ്റിൽ അവന്മാർ അടിച്ചു. ഓഫ് ഹൊജുണ്ട്. ഓക്കെ ഹൊജുണ്ട് ഗൈസ്. പൈറസ് കയറി വന്നു. ഹാളൻഡ് എൻ്റെ മോനെ ഒരു കിടില. ഞാനത് പ്രതീക്ഷിച്ചില്ല. അവിടെ റുഡ്രിഗറിനെ എന്തായാലും തടയാൻ കഴിഞ്ഞില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും ജെറാഡ് എടാ ഹൊജുണ്ട് എടേ ഹാളൻഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ് ഷോട്ട് അടിക്കാൻ പോകുന്നത്. മാർക്കിനസ് ടു എടേ നെയ്മറെ നൈസ് ഒരു പാസ്സായിട്ട് കയറി. അതുകൊണ്ട് വാൻഡേജ് കടിച്ച് കളഞ്ഞാണല്ലോടെ മാർക്കിനസ്. ഓക്കെ ഗോളി എന്തായാലും സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 82 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഹൊജുണ്ട് അടിച്ച ഗോള് കാരണം നമ്മളിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഓക്കെ തിരിച്ചു വരാൻ മറന്നോണ. സിൽവ ടു പൈറസ് എവിടെ ഓക്കെ. റുഡ്രിഗർ ഷോട്ട് അടിക്കുന്നു. ഒബ്ലാക്ക് അടിച്ചു വിടുന്നു ഗൈസ്. ഓക്കെ മാൾഡിനി ഫുൾ പറപ്പിക്കലാണല്ലോ. മാർക്കിനസ് ടു കാഫുവിന്റെ ഫസ്റ്റ് ഷോട്ട് എടാ പണിയായി. എൻ്റെ പൊന്നു എടാ 2 ഗോൾ അവൻ അടിച്ചു. ഹൊജുണ്ട് എൻ്റെ പൊന്നു ഈ ഒരു പ്ലെയർ നൈസാണല്ലോ. എൻ്റെ പൊന്നെ നമ്മൾ ഇത്രയും നേരം അതാ കാഫു ഇറങ്ങി. കാഫുവിൻ്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേസ്. എന്താ പറയുക നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത അവന്മാർ. എന്തായാലും തിരിച്ചു വരണം. നമുക്ക് ഒരു ഗോളെങ്കിലും അടിച്ച് തിരിച്ചു വെക്കണം. ഓക്കെ എംബാപ്പെ ടു ജെറാഡ് തിരിച്ചടിക്കാം. എംബാപ്പെ ഓക്കെ ഫസ്റ്റിനാണ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ എടാ വാൻഡിജിക്ക് നൈസായിട്ട് കയറി വന്നായിരുന്നു ഗൈസ്. അപ്പോൾ ഫുൾ ടൈം അവൻ സമ്മതിക്കുന്നത് റുഡ്രിഗർ എന്തായാലും അടിച്ച് കയറണം. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ടു മറഡോണ. ഓക്കെ നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ ഷോട്ട് അടിക്കാൻ പറ്റിയൊരു ചാൻസ്. എടോ എൻ്റെ പൊന്നു ഒരു ത്രൂ പാസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഫ്രീ ആയിരുന്നു ആരോ. എന്നാലും അതെന്നാ ഇതാ എർണാണ്ടസ് ടു ഉണ്ടേഗൻ ടു ഒരു നൈസ് പാസ്. റുഡ്രിഗർ വീണ്ടും ഉണ്ടേഗൻ ടു ജെറാഡ് ടു എടാ അതെന്താ സംഭവം. നെയ്മർ ഓക്കെ കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട്. കം ബാക്ക് ഗൈസ്. അപ്പോൾ അത് തന്നെ റൈറ്റ് ബാക്ക് ടു യു ഗൈസ്. അപ്പോൾ എംബാപ്പെ അവർ ഗോൾ അടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പേർക്ക് ഇപ്പോൾ 2-2 അപ്പോൾ ഓക്കെ ഗൈസ്. ഒരു ഗോളും കൂടി അടിച്ച് നമുക്ക് ഈ മാച്ച് എങ്ങനെയെങ്കിലും വിൻ ചെയ്യിപ്പിക്കാൻ നോക്കണം. എന്തായാലും സെറ്റാണ്. ഓക്കെ കുറച്ച് നേരത്തെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ചാൻസ് അങ്ങ് മുതലെടുക്കായിരുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ആരും ജയിച്ചില്ല. എന്തായാലും ലാസ്റ്റ് സമയത്ത് അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു കിടിലൻ മാച്ച് വീണ്ടും എത്തിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.